അടുത്തത് ആന്റി വടയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഉഴുന്നല്ലേ? കടലപ്പരിപ്പ്. ഞാനിങ്ങനെ അബദ്ധങ്ങളൊക്കെ പറയും. രാവിലെ കുതിർത്ത് വെച്ച്. എത്ര ഗ്ലാസ് ഇട്ട്? 1.5 ഗ്ലാസ് ഇട്ട്. ഒരു കഷ്ണം ഇഞ്ചി ഇട്ടേ. അതെ. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത്. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ചെയ്യുന്നോണ്ട് പറയുന്ന. ചേർക്കരുത്. വെള്ളവേ ചേർക്കാതാണ് അരച്ചെടുക്കുക. അരക്കണ്ട, വെറുതെ ക്രഷ് ചെയ്താൽ മതി. പരിപ്പ് നമുക്ക് അതിൽ വേണം, കടിക്കാനായിട്ട് പരിപ്പ് വേണം. ഇത്ര അരഞ്ഞാ മതി കേട്ടോ. ഈ കടല നമുക്ക് കടിക്കാനായിട്ട് വേണമല്ലോ. നോമ്പ് കൊടുക്കാൻ വേണ്ടി എന്റെ മോളുടെ 3-4 ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി. ചെറിയ മോള് 3 മക്കളാ എനിക്ക്. ചെറിയ മോളുടെ 3 ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവരെയൊക്കെ കാണിക്കാം അടുത്ത വീഡിയോയില് അല്ലേ? ഈ വീഡിയോയില് തട്ടമിടാത്ത വേറെ ഒന്നും അല്ല. ഇവിടെ നല്ല ചൂടാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോ പാടാ. അടുക്കളയില് പിന്നെ നമുക്ക് ഫാൻ ഫിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. വെളുത്തുള്ളി ചതച്ചിട്ട് അത് സൈസ് ഒന്നും ഇല്ല, എങ്ങനെ വേണേലും അരിഞ്ഞിടാം. സൈസ് ഒന്നുമില്ല മക്കളെ. കട്ടിംഗ് ബോർഡ് എവിടെ? കട്ടിംഗ് ബോർഡ് ഇല്ലേ എന്നൊന്നും ചോദിക്കരുത്. നീറ്റായി വെച്ചിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഞാനൊക്കെ ഇവിടെ തന്നെ ചെയ്യും. പിന്നെ പാറിലാക്കാൻ വേണ്ടിട്ട് ഞാൻ സഹായിക്കുന്നത്. ഇല്ല ആന്റി ആയിരിക്കും, കാരണം ആന്റി അല്ലേ കുക്ക് ചെയ്യുന്നത്. മുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. കറിവേപ്പില, മല്ലിയില കേട്ടോ. മുളക് പൊടി ലേശം, മുളക് പൊടിയെ മഞ്ഞൾപ്പൊടി ലേശം, ജീരകം വളരെ കുറച്ച്, വളരെ ഒരു ലേശം കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. മണുണ്ടോ? വെളുത്തുള്ളിന്റെ കുഴച്ച് വെച്ച് ആൻറ്റി ചെയ്യുന്ന കണക്ക് ചെയ്തിട്ട് എണ്ണയിലോട്ട് ഇടുക, പൊരിച്ചെടുക്കുക, കഴിക്കുക. നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് കമൻസിൽ ഇടണം കേട്ടോ. എളുപ്പമാണ്, വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ. ഓക്കെ, എണ്ണ വീണോ? എണ്ണ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അങ്ങനെ നമ്മുടെ പരിപ്പട നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നേരെ പാത്രത്തിലേക്കാക്കി ഇനി അത് കഴിച്ചു നോക്കാം. നിങ്ങളും ഉണ്ടാക്കി കഴിച്ചു നോക്കണേ.